എല്ലാ ആൾക്കാർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷൈനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2024 ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കേരളത്തിലെ മലയാളികൾക്ക് അതുപോലെ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഉണ്ടായ അതേ അനുഭവങ്ങളാണ് നമുക്ക് ഈ ഷൈനിയുടെയും അതുപോലെ തന്നെ ഇവാനയുടെയും അലീനയുടെയും മരണത്തോടു കൂടി നമുക്കുണ്ടായത്. വളരെ നെഞ്ചരിക്കുന്ന, വളരെ ഫീലിംഗ് കിട്ടുന്ന ഒരു സംഭവങ്ങളാണ്. നമ്മൾ കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഈ കുട്ടികളുടെ ഓർമ്മകൾ, നല്ല മാലാഖ കുഞ്ഞുങ്ങൾ, കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടികൾ, ഇവരുടെ ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു കുത്തിപ്പറിക്കുന്ന ഒരു വേദനയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച്, ഇവർ മരിച്ചതിനെ സംബന്ധിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ നാട്ടിൽ പോയിരുന്നു. അവരുടെ നാട്ടിൽ 3 ദിവസം ഞാൻ ഡ്യൂട്ടി ഇട്ടു. ആ ഏരിയയിലെല്ലാം ഞാൻ തിരക്കി. കാരണം എനിക്ക് ആ നാടുമായിട്ട് നല്ലൊരു അഭേദ്യമായ ബന്ധമുണ്ട്. ആ നാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറം നെടിശാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ജന്മദേശം. അപ്പോൾ അതുകൂടാതെ ഞാൻ തൊടുപുഴ മലബാർ ഗോൾഡിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഷൈനിയും അതുപോലെ തന്നെ ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അവിടെ ഷോറൂമിൽ പല പ്രാവശ്യവും വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. മിണ്ടിയിട്ടില്ല, എങ്കിൽ തന്നെ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അവിടെ പള്ളിക്ക് പോയിരുന്നു. പള്ളിയിൽ കഴിഞ്ഞപ്പോൾ 8 മണി കഴിഞ്ഞപ്പോഴാണ് പള്ളിക്കുർബാന കഴിഞ്ഞത്. പള്ളിക്കുർബാന കഴിഞ്ഞിട്ട് പള്ളി കഴിഞ്ഞ് വന്ന ആൾക്കാരോടെല്ലാം ഞാൻ ഇവരുടെ ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തിരക്കി. അങ്ങനെ ഒരു 50ഓളം ആൾക്കാരെ വട്ടം കൂട്ടി ഇവരുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായി. അതിൽ നിന്നുമാണ് ലിസി എന്ന് പറയുന്ന ചേച്ചിനെ നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം ലിസി ചേച്ചിക്കും ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ലിസി ചേച്ചി കൂടാതെ നമ്മളോട് ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് തരാനായിട്ട് ഒരു 25ഓളം പേര് നമ്മളോട് പറഞ്ഞിരുന്നു. നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. സത്യസന്ധതയാണ് അതിൻ്റെ അത് ഏറ്റവും അനിവാര്യം. അങ്ങനെയാണ് ഞാൻ ലിസി ചേച്ചിനെ സെലക്ട് ചെയ്തത്. ആ വാർത്ത ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 ലക്ഷത്തി മുകളിൽ ആൾക്കാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് ജെനുവിനാണെന്ന് ഈ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ആ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഊഹാഭാവങ്ങളുമില്ല, സത്യസന്ധമായ കണക്കാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഞായറാഴ്ച തന്നെ അവിടെ തൊടുപുഴയുള്ള CAനെ സ്പോട്ടിൽ വിളിച്ചു. CAനെ, അതായത് ഈ ലിസി ചേച്ചിയായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടുത്തെ CAനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ സാറേ, ഇപ്പോൾ നിലവിൽ ഈ പരാതിക്കാരിയായിട്ടുള്ള ഷൈനി ഗാർഹിക പീഡനത്തിന് ഷൈനിനെ മാനസികവും ശാരീരികവുമായിട്ട് മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗാർഹിക പീഡനത്തിന് ഈ തൊടുപുഴ സ്റ്റേഷൻ മുഖേന, അതായത് CA മുഖേന ഒരു പരാതി തന്നിരുന്നു. ഈ പരാതിയുടെ നിജസ്ഥിതി ഇപ്പോൾ എന്താണ് സാറേ? ഇപ്പോൾ ഷൈനി മരണപ്പെട്ടു എന്ന് സാർ അറിഞ്ഞോ? അപ്പോൾ ഈ മരണപ്പെട്ട കാര്യം സാർ അറിഞ്ഞോ? അപ്പോൾ അറിഞ്ഞോ സിജോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അറസ്റ്റില്ലേ സാറേയും ചോദിച്ചപ്പോൾ പറഞ്ഞു ഏറ്റുമാനൂര് സ്റ്റേഷനിലാണ് സിജോ ഇതിൻ്റെ കേസ് നടക്കുന്നത്. അത് കാരണം നമുക്ക് ഈ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റത്തില്ല. കാരണം ഈ കേസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്താക്കുന്നതാണ്. ഞാൻ ലിസ്റ്റ് സ്റ്റേജിലെ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ കേസ് രജിസ്റ്റർ ചെയ്താക്കുന്നതാണ്. തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഓൾറെഡി ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1046/2024 ഈ ക്രൈം നമ്പർ ഇട്ട് കേസ് നിലനിൽക്കുന്നു. അതുപോലെ IPC 498A, IPC 34A കേസ് എന്നീ ക്രമനമ്പർ ഇട്ടാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. എന്താണേലും അതുകൂടാതെ ഈ തൊഴിലുറപ്പുമായിട്ട് അതുകൂടാതെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് ഷൈനി അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ലോൺ എടുക്കുകയും അത് അവിടുത്തെ കുടുംബത്തിലെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ആ എമൗണ്ട് ചെലവഴിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കാർന്നവർക്ക് ഒരു അസുഖം വന്നു കഴിയുമ്പോൾ, അതായത് ഈ നോബിയുടെ ഫാദർക്ക് അസുഖം വന്നപ്പോൾ ആ അസുഖത്തിനായിട്ടുള്ള ചികിത്സയ്ക്കായിട്ടും ആ എടുത്ത എമൗണ്ടാണ് ചെലവഴിച്ചത്. ഇതിനെ സംബന്ധിച്ച് ഷൈനി ഇവിടുന്ന് പിണങ്ങി വീട്ടിലേക്ക് പോയ സമയത്ത് ഈ പൈസ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷൈനിക്കെതിരായിട്ട് ഈ വീട്ടുകാരുൾപ്പെടെ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ആ പരാതിയും കരിങ്കുന്നം സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പൈസ മൊത്തം, അതായത് ഇതിനുള്ള ക്യാഷ് അടയ്ക്കണമെന്ന് ഈ അച്ഛന് ഇടപെട്ട് ഈ അച്ഛന് സ്റ്റേഷനിൽ വന്നിരുന്നു. അതുപോലെ തന്നെ നോബിയോട് അന്ന് സംസാരിക്കാനായിട്ട് അച്ഛനൊരു അവസരം കൊടുത്തില്ല. അച്ഛനാണ് അവിടെ കയർത്ത് സംസാരിച്ചത്. SIനെ കൊണ്ട് പോലും സംസാരിക്കാനായിട്ട് അവസരം ഈ അച്ഛൻ കൊടുത്തില്ല. അച്ഛൻ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയ കാരണം അച്ഛൻ്റെ സ്വാധീനങ്ങളെല്ലാം ഉപയോഗിച്ച് അച്ഛനാണ് അവിടെ സംസാരിച്ച് കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ച് ഷൈനി കൊടുക്കണം എന്ന രീതിയിലേക്ക് എത്തിച്ചത് ഈ അച്ഛനാണ്. ഈ കള്ളക്കത്തനാരാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഈ മൂലക്കാട്ട് പിതാവ് വാസവനെ ശുപാർശ കെട്ടി വളരെയധികം ഫോഴ്സ് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഈ കുട്ടികളുടെ ശവശരീരം, ഷൈനിയുടെയും കുട്ടികളുടെ ശവശരീരം എത്ര ബലപ്രയോഗത്തിൽ കൂടെയാണെങ്കിലും നാട്ടിലേക്ക്, അതായത് ഈ നോബിയുടെ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് അവർക്കൊരു പിടിവാശിയായിരുന്നു. ആ പിടിവാശി അവർ നിറവേറ്റുക തന്നെ ചെയ്തു. പക്ഷേ ഈ നാട്ടുകാർ, ഈ തൊടുപുഴ നിവാസികൾ ഇത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ആർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ഇവിടെ ജീവിക്കാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ട് തന്നെയാണ് അവർ ഈ നാട്ടിൽ നിന്നും സ്വന്തം നാടായ ഏറ്റുമാനൂർക്ക് അവർ പോയത്.
മുത്തുച്ചിപ്പി പാതിരി സെമിനാരിയിലൊക്കെ പഠിച്ച് പഠിത്തമൊക്കെ പൂർത്തിയായതിനു ശേഷം നാട്ടിൽ വന്നിട്ട് വൈവാഹികോളത്തിൽ ഒരു പരസ്യം ചെയ്തു. കല്യാണാലോചന ക്ഷണിക്കുന്നു. ഒത്തിരി ഡിമാൻഡുകളായിരുന്നു മുത്തുച്ചിപ്പി പാതിരിക്ക്, വൻ ഡിമാൻഡുകളായിരുന്നു, ആരെയും വെല്ലുന്ന ഡിമാൻഡുകളായിരുന്നു. കാരണം ഈ ഡിമാൻഡുകളെല്ലാം ഒരു പെണ്ണുങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയല്ല. പല സ്ഥലങ്ങളിലും പെണ്ണ് കാണാനൊക്കെ മുത്തുച്ചിപ്പി പാതിരി പോയി. പക്ഷേ മുത്തുച്ചിപ്പി പാതിരിയുടെ ഐഡിയക്ക് ഒത്ത പെണ്ണിനെ കിട്ടാവന്നപ്പോൾ മുത്തുച്ചിപ്പി പാതിരി തീരുമാനിച്ചു, എന്നാൽ ഞാൻ ഇനി പാതിരിയായി. അങ്ങനെ പാതിരിയായി ഇപ്പോൾ ഓസ്ട്രേലിയയിലെത്തി. ഓസ്ട്രേലിയയിൽ വിളയാടുവാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ളൊരു യൂട്യൂബർ നമ്മളെ വിളിച്ചിരുന്നു. അവരുടെ വീഡിയോ കാര്യങ്ങളായ ഓസ്ട്രേലിയയിലുള്ള നമ്മുടെ വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോ ഓൾറെഡി നിങ്ങളും കണ്ടു കാണുമായിരിക്കും. നമ്മുടെ ആ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ, അവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള യൂട്യൂബർ ലേഡി ആ വീഡിയോ എടുത്തിട്ട് അത് ഓസ്ട്രേലിയയിൽ നമ്മുടെ പാതിരിയുടെ വീട് പ്രദേശങ്ങളെല്ലാം അവർ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത്. ഒത്തിരി സന്തോഷമുണ്ട്. പാതിരി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കാണാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ സബലീകരിച്ചാൽ ഇവിടെ ഒത്തിരി ചികിത്സകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരുമ്മ, ഉഴിച്ചില്, പിഴിച്ചില് ഉള്ള മർമാണി മാർഗങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. നല്ല അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ, അതായത് പാതിരിയുടെ അസുഖങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വൃത്തിയും വെടുപ്പുമായിട്ട് ഭംഗിയായിട്ട് ചെയ്തു തരാം. അപ്പോൾ കേരളത്തിലേക്ക് വരണം, കോലാനിക്ക് വരണം, ചുങ്കത്തിന് വരണം. ചുങ്കം നല്ല ഏരിയയാണ്, താമസിക്കാനായിട്ട് പറ്റിയ ഏരിയയാണ്. എല്ലാ പ്രകൃതി ചികിത്സകളും ലഭിക്കുന്ന ഒരു നാടാണ് തൊടുപുഴ. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓസ്ട്രേലിയക്കൊന്നും പോകേണ്ട കാര്യമില്ല. മുത്തുച്ചിപ്പി പാതിരി തൊടുപുഴ തന്നെ തങ്ങണം. എന്താണെങ്കിലും സുഹൃത്തുക്കളെ, ഇതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാ ആൾക്കാരും കാണിക്കുന്ന, അതായത് എല്ലാ ആൾക്കാരും കാണിക്കുന്ന സപ്പോർട്ടുകൾ അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനൊരു വിഷമങ്ങൾ നമ്മുടെ ഒരു വിഷമങ്ങളാണ്. ഇനി പറയാനുള്ളത് നോബിയോടാണ്. നോബി മോനെ കുട്ടാ, ഈ കുടുംബജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ മോന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പിള്ളേരുണ്ടായിരുന്നു. 2 പെൺപിള്ളേർ, നല്ല സ്നേഹസമ്പന്നമായ മാലാക പിള്ളേർ 2 പിള്ളേരെ കിട്ടി. ആ പിള്ളേരെ നല്ല രീതിയിൽ നോക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഈ പിള്ളേരെ കൂട്ടുപിടിച്ച് ഈ പിള്ളേർക്കെതിരായിട്ട് കേസ് കൊടുത്ത്, ആ അമ്മയ്ക്കെതിരായിട്ട് കേസ് കൊടുത്ത്, അതുപോലെ തന്നെ ഈ ചെറുക്കനെ സ്വന്തം അമ്മയിൽ നിന്നും വഴക്ക് പറഞ്ഞ് തിരിച്ചു. അതായത് ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷൈനി തിണ്ണി അടിക്കുമായിരുന്നു. തിണ്ണി അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ചെറുക്കന്, അതായത് ഈ നോബിയുടെ മോന്, അതായത് ഷൈനിയുടെ മോന് അവിടെ തറയിൽ ഇരിക്കുമായിരുന്നു, മുമ്പത്തെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ചൂലടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ, എടാ ഇന്ന് മാറിക്കടാ, അവിടെ നിന്ന് മാറിക്കട, നെറ്റ് മാറിക്കട. സാധാരണ ഏത് അമ്മമാരാണേലും ചൂലുമായിട്ട് വരുമ്പോൾ മക്കൾ തിണ്ണേറ്റിരുന്ന് കഴിയുമ്പോൾ മാറിത്താടാ, അതിൽ നിന്ന് മാറിക്കടാന്ന് പറയും. ചിലപ്പോൾ ചൂലെടുത്ത് പയ്യൊരു വീക്ക് കൊടുക്കാറുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഇന്ന് മാറിക്കടാന്ന് പറഞ്ഞു. മാറിയില്ല, അവനെ മൊബൈൽ ഏതാണ്ട് തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കാലുകൊണ്ട് മാറിക്കടാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തട്ടി. ഇത്ര സംഭവമുള്ളൂ. അപ്പോൾ ഇത് അമ്മായിമ്മ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും, എൻ്റെ മോനെ ചവിട്ടിയോടി നീ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ വച്ചിട്ടു. ഈ കൊച്ചിനോട് നിന്നെ എന്നാടാ കാണിച്ചെന്ന് ചോദിച്ചു. ഈ ചെറുക്കനെ പറഞ്ഞു വറക്കി, ഈ ചെറുക്കനെ പറഞ്ഞ് തിരിപ്പിച്ച് വറക്കി. ഇത് കേസിലേക്കായി. ഇതിനെ സംബന്ധിച്ച് തൊടുപുഴ സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ചെറുക്കന്, അതായത് പോക്സോ പോലെയുള്ളൊരു കേസ് ഈ ഷൈനിനെ എതിർകക്ഷിയായിട്ട് ഈ നോബി കൊടുത്തു. ഈ ഷൈനിക്കത് വളരെയധികം വിഷമം ഉളവാക്കിയ കാര്യം. സ്വന്തം മുലയൂട്ടി വളർത്തിയൊരു മോന് സ്വന്തം അമ്മയ്ക്കെതിരായിട്ട് ഒരു പരാതി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല. എന്താണെങ്കിലും വളരെയധികം സങ്കടം അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു എന്നാണ് ഈ നാട്ടുകാരിൽ നിന്നും എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അതുകൂടാതെ ഈ ഷൈനി വളരെ ഒരു അധ്വാനശീലമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഇവള് പറമ്പിൽ കപ്പ നടാനും അതുപോലെ ചേന നടാനും ചേമ്പ് നടാനും എല്ലാം, അതായത് മഴയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മഴ ഇവിടെ 2-3 മഴ കിട്ടി. അപ്പം ഞാൻ ഓർക്ക് ചെയ്ത് ഷൈനി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പം കപ്പയും ചേനയും ചേമ്പൊക്കെ അവളുടെ നാട്ടിൽ നട്ടേനല്ലോ എന്താണേലും നല്ലൊരു കർഷകയായിരുന്നു. നല്ലൊരു കർഷകനെയാണല്ലോ നഷ്ടപ്പെട്ടു പോയത്. കാരണം എനിക്ക് ഈ കർഷകരോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. എവിടെ ഏത് കൃഷി ചെയ്യുന്ന ആൾക്കാരാണേലും വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാൻ 5-10 മിനിറ്റെങ്കിലും അവർ പിടിച്ചു നിർത്തി ഞാൻ വർത്താനം പറയും. കാരണം എനിക്ക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ വളരെയധികം സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ പേര് തന്നെ ഹാർഡ് ഫാർമർ എന്നാണ്. കാരണം കഠിനാധ്വാനം ചെയ്യുന്ന കൃഷിക്കാരോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യവും മമതയുണ്ട്. ഈ ഷൈനി ചക്കയിടാൻ പ്ലാവേൽ ഏണി ചാരിയിട്ട് ഇവള് തോട്ടി എത്തിയാലെങ്കിൽ അവിടെ ഏണി ചാരിയിട്ട് അതിൻ്റെ ഏറ്റവും തലക്കി ചെന്നിട്ട് പ്ലാവ് വട്ടം ഇട്ട് പിടിച്ചിട്ട് ചക്ക വലിച്ചു അടിക്കുമായിരുന്നു. 2-3 വാഴപ്പല മുകളിൽ ഇങ്ങനെ അട്ടിയിട്ടിട്ട് ഇവള് ഈ ചുങ്കത്തും അതുപോലെ തന്നെ കോലാനിയിലൊക്കെ കടകളിൽ കൂടെ കൊണ്ടു കൊടുക്കാറുണ്ടെന്ന്. പൈസയുടെ കാര്യത്തിലൊക്കെ ഇച്ചിരി പോരായ്മയുണ്ടെങ്കിൽ ചേട്ടാ കുറച്ചുകൂടെ കൂട്ടിത്തരാൻ മേലെ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ വാദിച്ചിട്ട് ആ പൈസ അവൾ മേടിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾ കോഴിമുട്ട കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ കടകളിൽ കൂടെയൊക്കെ അവൾ വരാറുണ്ടായിരുന്നു. ചേമ്പ് കൊണ്ടി കൊടുക്കാറുണ്ടായിരുന്നു. നല്ലൊരു തികഞ്ഞ കർഷകയായിരുന്നു. മീൻ വളർത്തലുണ്ടായിരുന്നു. അങ്ങനെ ഈ തളേനെ വണ്ടിയുടെ സ്കൂട്ടറിൻ്റെ പുറകിലിരുത്തി ചക്കയിടാനായിട്ട് ആക്റ്റീവയിൽ ഈ കൊണ്ടുപോകാറുണ്ടായിരുന്നു ഷൈനി.
അങ്ങനെ ആ നാട്ടുകാർക്കെല്ലാം ഭയങ്കര ഇൻസ്പിറേഷൻ കൊടുത്തുകൊണ്ടിരുന്ന നല്ല ഒരു കുടുംബിനിയായിരുന്നു, എല്ലാം തികഞ്ഞ ഒരു കുടുംബിനിയായിരുന്നു. നാട്ടുകാർ പറയുന്നത് ഷൈനീനെ പോലെ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു തങ്കപ്പെട്ട ഒരു പെങ്കൊച്ചിനെ ഈ നാട്ടിൽ ഈ അടുത്ത ജന്മത്തിൽ പോലും സ്വപ്നം കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത്രയും നല്ല അഭിപ്രായമായിരുന്നു. അതുപോലെ അവൾ നല്ലൊരു വിശ്വാസിയായിരുന്നു. എല്ലാ ദിവസവും ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഈ ചുങ്കമ്പള്ളിയിൽ ഇവൾ ബലിയർപ്പിക്കാനായിട്ട് പോകുമായിരുന്നു. എന്താണേലും വളരെയധികം സങ്കടങ്ങൾ ഒരിക്കലും ഷൈനിയുടെ ഓർമ്മകൾ ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും പോവുകയില്ല. കാരണം അതുപോലെ മാതൃകയായിട്ട് ഒരു കുടുംബജീവിതം കഴിച്ച ഒരു സ്ത്രീ ഇനി ഈ തൊടുപുഴ ഉണ്ടാകിയാലെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ തന്നെ എന്താണേലും ഇത്രയും മാതൃകയായിട്ട് കുടുംബജീവിതം കഴിച്ച ഒരാളും ഉണ്ടെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൂടാതെ ഇവളൊരു BSc നേഴ്സായിരുന്നു. ചുങ്കം മൊത്തം വിലക്ക് മേടിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെയാണ് ഇവൾക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ നോബിയോട് അടങ്ങാത്തൊരു സ്നേഹവും താല്പര്യവും ഈ കുടുംബത്തോടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളപ്പാതിരി ഇവരുടെ കുടുംബജീവിതത്തിൽ നന്നായിട്ട് കുടുംബം കലക്കി തനിച്ച് വെടക്കാക്കി സ്വന്തമാക്കുക എന്നൊരു സിസ്റ്റം പഴയ കാലത്തെ കാരണവന്മാർ പറയുമല്ലോ. ആ ഒരു കാര്യം ഈ കള്ളപ്പാതിരി ഫോളോ ചെയ്തോന്നൊരു സംശയമുണ്ട്. എന്താണേലും പാതിരി നിങ്ങൾ പെണ്ണ് കെട്ടാത്തതാണ്. നിങ്ങൾ പെണ്ണ് കെട്ടിയ അതിൻ്റെ അപ്പുറത്തെ കളി നിങ്ങൾ കളിച്ചേനെ. സുഹൃത്തുക്കളെ, വളരെയധികം സങ്കടം തോന്നുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ സങ്കടവും രോഷവും എല്ലാവരുടെ സമ്മിശ്രമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വരുന്നത്. സ്വന്തം പിള്ളേരെ നെഞ്ചോട് ചേർത്ത് ഓടി വരുന്ന ചൂളം കുത്തി വന്ന ട്രെയിനിൻ്റെ മുമ്പിലേക്ക് നെഞ്ചോട് ചേർത്ത് നിന്നു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം എത്രമാത്രം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആ കുഞ്ഞുങ്ങളെ അലട്ടി എന്നുള്ളതാണ് അതിൽ നിന്റെ ആ ഭീകരതയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഒരു കോഴി കൊത്താനോ അല്ലെങ്കിൽ ഒരു പൂച്ച കടിക്കാനോ ഒരു പട്ടി കടിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേരെ വെല്ലുവായി കരഞ്ഞുകൊണ്ട് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടും. അല്ലെങ്കിൽ ഒരു ഉത്സവത്തിനൊരു ആന ഇടഞ്ഞു വരുവാന്ന് വിചാരിക്കുക. ഈ ട്രെയിനെ ഒരു ആനയായിട്ട് സങ്കല്പിക്കുക. ഈ ആന ഇടഞ്ഞു വരുമ്പോൾ നേരെ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് മാറിപ്പോവും. ജീവൻ രക്ഷിക്കാനായിട്ട് നോക്കും. അമ്മേ വാ അമ്മേ നമുക്ക് രക്ഷപ്പെടാം അമ്മേ, നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ജീവൻ രക്ഷിക്കാം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനെ ചേർത്ത് പിടിച്ച്, കാരണം 10-11 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്, അത്യാവശ്യം പക്വത കാര്യങ്ങളൊക്കെ ആയ കുട്ടികളാണ്. ഈ പിള്ളേര് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേട്ടാനെ. പക്ഷേ പിള്ളേര് തീരുമാനിച്ചിരുന്നു ഇനി ആ നശിച്ച വീട്ടിലേക്കില്ല, ഇനി ഒരു രീതിയിലും ജീവിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഷൈനി അതുപോലെ വിഷമം അനുഭവിച്ചിരുന്നു. ഈ ഷൈനി പാലിയേറ്റീവ് കെയറിൽ അതായത് ഏറ്റുമാനൂർ പാലിയേറ്റീവ് കെയറിൽ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ താൽക്കാലികമായിട്ടൊരു ജോലി കാര്യങ്ങൾ അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ളൊരു ശമ്പളവും കാര്യങ്ങളുമായിട്ട് ഷൈനി ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ അച്ഛൻ്റെ ഇടപെടലുണ്ടായി. അവിടുന്ന് ഈ ഷൈനിയുടെ ജോലി കളയിപ്പിച്ചു. അതിനുശേഷം കാരിത്താസ് ആശുപത്രിയിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി എന്നാണ് അറിഞ്ഞത്. ജോലിക്കായിട്ട് പ്രവേശിച്ചെന്ന് പറഞ്ഞു. നിന്നെ ഇവിടെ ജോലിക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല, വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മടക്കി അയക്കുകയാണ് ചെയ്തത്. അത് ഷൈനിയിൽ വളരെ അധികം ദുഃഖം ഇളവാക്കി. അതുകൂടാതെ ഈ നോബിയുടെ ഭാഗത്തുനിന്ന് അവിടെ ഈ ഷൈനിയുടെ നാട്ടിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് എന്താണ് ഇടപെടൽ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എന്താണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണേലും ശരിയായ ഒരു രീതിയിലല്ല അതുപോലെ ഈ നോബിയും ഷൈനിയുടെ അമ്മായിമ്മയായിരുന്ന ആ സ്ത്രീയും ഇതിനെല്ലാം മാപ്പ് അർഹിക്കാത്ത കുറ്റമാണ് ചെയ്താക്കുന്നത്. തക്കതായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. കള്ളപ്പാതിരി നിങ്ങൾ എവിടെ പോയി നിങ്ങൾ ആകാശം മുട്ട പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ കേരളീയർ കണ്ടുപിടിക്കും. കേരളീയർ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒറ്റക്കെട്ടാന്ന് കള്ളപ്പാതിരി മനസ്സിലാക്കുന്നത് നന്ന്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.